പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM എന്ന പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ് 6-ാം തീയതി മധുരയിൽ അവസാനിച്ചു. ആ പാർട്ടി കോൺഗ്രസിൽ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ശ്രീമാൻ MA ബേബിയെ നിയമിച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇതിനു മുമ്പ് 2 ടൈം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് ആ സ്ഥാനത്തേക്ക് മരിച്ചു പോയത് കൊണ്ടാണ് എന്നുള്ളതല്ല, അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സ്ഥാനത്ത് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് വരെ ആ ചുമതലകൾ നിർവഹിച്ച് ഇരുന്നത് കോർഡിനേറ്റർ എന്നുള്ള ചുമതലയിൽ ശ്രീമാൻ പ്രകാശ് കാരാട്ടായിരുന്നു. പാർട്ടി കോൺഗ്രസിൽ MA ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായി ആ പാർട്ടി കോൺഗ്രസിലൂടെ ഉണ്ടായതാണ് എന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഒരുപാട് അന്തർനാടകങ്ങൾക്ക് ഒടുവിലാണ് ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അതെങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊന്നും കാണാത്തത് കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ അന്തർനാടകങ്ങളിലേക്ക് ഒന്ന് പോകാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പിണറായി വിജയൻ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ടായിരിക്കും എന്നതാണ്. അതിൻ്റെ കാരണം കേരളത്തിലെ പാർട്ടിയിൽ നിർണായകമായ സ്വാധീനം പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, പിണറായി വിജയൻ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും പിണറായി വിജയന് വലിയ സ്വാധീനമുണ്ടായിരിക്കും എന്നുള്ളതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു നിഗമനം. സ്വാഭാവികമായും ദേശീയ ജനറൽ സെക്രട്ടറി ആര് എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ധാരണ. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഈ പറഞ്ഞതുപോലെ എതിർപ്പൊന്നുമേ ഇല്ലാത്ത ഒരു നേതാവായി പിണറായി വിജയൻ ഉയർന്നു വന്നിരുന്നു. പാർട്ടി കോൺഗ്രസിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ താരം പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ CPM-നെ നയിക്കും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ പാർട്ടി കോൺഗ്രസിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ നയിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ 75 വയസ്സ് എന്നുള്ള ആ വയസ്സ് അതിൽ ഇളവ് കൽപ്പിക്കും എന്ന് ഉള്ള ചർച്ചകൾ വന്നിരുന്നു. സംസ്ഥാന സർക്കാരിന് എല്ലാ പിന്തുണയും പൊതുമണ്ഡലം കൊടുക്കണമെന്നുള്ള പ്രമേയം വന്നിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ദേശീയ തലത്തിൽ വ്യാപകമായി പ്രചരണം നടത്തണം എന്നുള്ള നിലയിലൊക്കെ ഉള്ള ചർച്ചകൾ തുടർന്നു വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനായിരുന്നു പാർട്ടി കോൺഗ്രസ് തുടങ്ങിയപ്പോൾ 1-ാം തീയതി ഒക്കെ തന്നെ 2-ാം തീയതി ഒക്കെ തന്നെ താരം പിണറായി വിജയനായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള പാർട്ടി ഈ പാർട്ടി കോൺഗ്രസിൽ വൃന്ദ കാരാട്ടിനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മധുരയിലേക്ക് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ പിണറായി വിജയൻ്റെ കൂടെയുള്ള ഒരു ഉയർത്തിയ വാദം എന്ന് പറയുന്നത് CPM-ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ദേശീയ സെക്രട്ടറി എന്നുള്ള വാദമാണ് അവർ ഉയർത്തിയത്. കാരണം CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഇതുവരെ ഒരു വനിത വന്നിട്ടില്ല. പോളിറ്റ് ബ്യൂറോയിൽ വനിതകൾ ഉണ്ടായിട്ടുണ്ട്. സുഭാഷിണി അലി, ക്യാപ്റ്റൻ ലക്ഷ്മി, വൃന്ദ കാരാട്ട് ഇതുപോലുള്ളവരുണ്ടായിട്ടുണ്ടെങ്കിലും CPM-ന്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ഒരു വനിത ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ വൃന്ദ കാരാട്ടിനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുക, അതിന് അവർക്ക് വയസ്സിൽ ഇളവ് നൽകുക, അവർ 75 വയസ്സ് കഴിഞ്ഞുകൊണ്ട് അവർക്ക് വയസ്സിൽ ഇളവ് നൽകി അവരെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പും പിണറായി വിജയൻ്റെ കൂടെയുള്ളവരുടെ മനസ്സിലിരിപ്പും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിട്ടുള്ളത് MA ബേബിയായിരുന്നു. എന്നാൽ MA ബേബിയെ കേരളത്തിലെ പാർട്ടിക്കും പ്രത്യേകിച്ച് പിണറായി വിജയനും യാതൊരു താല്പര്യവുമില്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം, 2014 മുതൽ തന്നെ ബേബിയും പിണറായി വിജയനും തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്നു. 2014 കൊല്ലം
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബേബി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണം പിണറായി വിജയൻ NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നപ്പോൾ ആ ചുമതല ബേബിക്ക് കൊടുക്കും എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. പോളിറ്റ് ബ്യൂറോയ്ക്കും അതായിരുന്നു താല്പര്യം. പക്ഷേ പിണറായി വിജയന് താല്പര്യമില്ലായിരുന്നതുകൊണ്ട് ആ സ്ഥാനം ബേബിക്ക് കൊടുത്തില്ല. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ PB ഏറ്റവും മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി ബേബി വരണം എന്നുള്ളതായിരുന്നു പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ ആഗ്രഹം. പക്ഷേ അതും പിണറായി വിജയൻ വെട്ടി. ഏറ്റവും അവസാനം സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കാനുള്ള കോർഡിനേറ്ററായി ബേബിയെ കൊണ്ടുവരണം എന്ന് പോളിറ്റ് ബ്യൂറോയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതും പിണറായി വിജയൻ വെട്ടി അത് പ്രകാശ് കാരാട്ടിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്ന് പറയുന്നത് ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാൻ പിണറായി വിജയന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് വൃന്ദ കാരാട്ടിനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള പദ്ധതി ഇട്ടുകൊണ്ട് പിണറായി വിജയനും സംഘവും മധുരയിലേക്ക് പോകുന്നത്. അത് ഏതാണ്ട് നടക്കും എന്നുള്ള നിലയിലായിരുന്നു. പിണറായി വിജയനായിരുന്നു പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട താരം. പക്ഷേ പിണറായി വിജയൻ്റെ നോമിനിയെ ദേശീയ സെക്രട്ടറി ആക്കുന്നതിനെതിരായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോയിൽ തന്നെ ഈ വൃന്ദ കാരാട്ട് എന്നുള്ള ഈ ഒരു പ്രപ്പോസൽ പിന്തുണ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ബംഗാൾ ഘടകം അതിന് ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പ്രകാശ് കാരാട്ടാവട്ടെ അതിൽ മൗനം പാലിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ വൃന്ദ കാരാട്ട് എന്നുള്ള ആ ഒരു തീരുമാനത്തിന് കേരളത്തിൻ്റെ പാർട്ടിയുടെ പുറത്തുള്ള ഘടകങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബംഗാൾ ഘടകത്തിൽ നിന്നും ഒന്നും വലിയ കാര്യമായ പിന്തുണ കിട്ടിയിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പാർട്ടിയിലെ അപ്രമാദിയായി പാർട്ടിയിലെ സമുന്നത നേതാവായി പിണറായി വിജയൻ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വൃന്ദ കാരാട്ട് ആവാനുള്ള സാധ്യതയാണ് 2-ാം തീയതി വരെ ഉണ്ടായിരുന്നത്. എന്നാൽ 3-ാം തീയതി ഉണ്ടായ ഒരു സംഭവം ഈ സമവാക്യം ആകെ മാറ്റിമറിച്ചു. പിണറായി വിജയൻ അതുവരെ ഉണ്ടായിരുന്ന അപ്രമാദിത്വം പരിപൂർണമായി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സംഭവം 3-ാം തീയതി ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം SFIOയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഒരു ബോംബ് പോലെ പാർട്ടി കോൺഗ്രസിലേക്ക് ഏപ്രിൽ 3-ാം തീയതി വന്ന് വീണു. അത് വലിയ തോതിലുള്ള ചർച്ചയായി. കേരളത്തിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ അത് വലിയ തോതിലുള്ള ചർച്ചയാക്കി. ആ ചർച്ചയാക്കിയത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ മസ്തകം തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതുവരെ അപ്രഭാവത്തിലുള്ള നേതാവ് എന്നുള്ള നിലയിൽ ഉയർന്നു നിന്ന പിണറായി വിജയൻ്റെ സ്ഥിതി കാറ്റൂരി വിട്ട അല്ലെങ്കിൽ കുത്തിപ്പൊട്ടിച്ച ബലൂൺ പോലെയായി എന്നുള്ളതാണ് വസ്തുത. ആ സംഭവം പാർട്ടി കോൺഗ്രസിൽ വലിയ അന്താളിപ്പുണ്ടാക്കി. പക്ഷേ ആ സംഭവം പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയനുള്ള വിലപേശൽ കഴിവ് ഏതാണ്ട് വട്ടപൂജ്യമോ അല്ലെങ്കിൽ മൈനസോ ആക്കി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നടന്ന സമയം മുതൽ തന്നെ ഈ പിണറായി വിരുദ്ധരും ഈ വൃന്ദ കാരാട്ട് വിരുദ്ധരുമൊക്കെ വലിയ തോതിൽ അവർ സജീവമായി. കേരള ഘടകത്തിനെതിരെയും പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയുമുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു കാറ്റ് പാർട്ടി കോൺഗ്രസിൽ ശക്തമായി അടിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ ഈ വൃന്ദ കാരാട്ടിനെ ആക്കാനുള്ള കേരള ഘടകത്തിൻ്റെ പിണറായി വിജയൻ്റെ നീക്കത്തിനെതിരായിട്ട് അവർ സാവധാനം ധ്രുവീകരിച്ചു തുടങ്ങി. ബേബിയാണെങ്കിൽ പരസ്യമായി പിണറായി വിജയൻ അനുകൂലമായി നിൽക്കുകയായിരുന്നെങ്കിലും ഉള്ളിലൂടെ ബേബി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പ്രകാശ് കാരാട്ടും ബേബിക്കൊപ്പം മൗനമായി നിൽക്കുന്നുണ്ടായിരുന്നു. പരസ്യമായി പിണറായിക്ക് അനുകൂലമാണെങ്കിലും രഹസ്യമായി ബേബിക്ക് അനുകൂലമായിട്ടാണ് പ്രകാശ് കാരാട്ട് നിന്നിരുന്നത്. അങ്ങനെ സാവധാനം പോളിറ്റ് ബ്യൂറോയ്ക്കകത്ത് ഈ പിണറായിയുടെ ഈ പദ്ധതിക്കെതിരായി പിണറായി വിജയൻ്റെ ഈ വൃന്ദ കാരാട്ട് എന്നുള്ള പദ്ധതിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ ശക്തിപ്പെട്ടു. മകൾക്കെതിരായിട്ടുള്ള കേസ് വന്നതോടുകൂടി പിണറായി വിജയൻ വല്ലാത്ത പ്രതിരോധത്തിലായി, ദുർബലനായി. പിണറായി വിജയന് വൃന്ദ കാരാട്ടിൻ്റെ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. പോളിറ്റ് ബ്യൂറോയിൽ ബേബിക്ക് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾക്ക് ശക്തി ഉണ്ടായി. അവസാനം എന്താ സംഭവിച്ചത്? അവസാനം ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ പ്രകാശ് കാരാട്ടും ബേബിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു സാഹചര്യം വന്നു. അത് ഉരുത്തിരിഞ്ഞ് ഈ പറഞ്ഞ പോലെ മെറ്റമോർഫോസിസ് നടന്ന് രൂപാന്തരം പ്രാപിച്ച് നിർണായക ഘട്ടത്തിൽ ആരാണ് ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള ചർച്ച വന്നപ്പോൾ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം വളരെ തന്ത്രപരമായി MA ബേബിയുടെ പേര് മുന്നോട്ട് വെച്ചു.
അപ്പോൾ പിണറായി വിജയൻ ദുർബലപ്പെട്ടു. വനിതാ കാരാട്ടിൻ്റെ പ്രപ്പോസലും താഴോട്ട് പോയി. ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ബേബിയുടെ പേര് നിർദ്ദേശിച്ചു. ബേബിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗവും പിണറായിയുടെ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടും എടുത്തിട്ടുള്ള അശോക് ധാവളെ ആ പേരിന് പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോളിറ്റ് ബ്യൂറോയിൽ നിർദ്ദേശിക്കപ്പെടുന്നതും ഭൂരിപക്ഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ആ ബേബിയുടെ പേര് അംഗീകരിക്കുകയും ചെയ്തത്. അങ്ങനെ അത് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചു. പാർട്ടി കോൺഗ്രസ് അത് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയതിനു ശേഷം പാർട്ടി കോൺഗ്രസിൽ അത് പ്രഖ്യാപിക്കുകയും ബേബി CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി 24ാം പാർട്ടി കോൺഗ്രസിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ബേബിയുടെ ഈ പറഞ്ഞ പോലെ സ്ഥാനാരോഹണം എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പിണറായി വിജയൻ പാർട്ടി കോൺഗ്രസിൽ ദുർബലനായതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം ബേബിയുടെ സ്ഥാനാരോഹണത്തെ നമ്മളെ കാണാൻ. ബേബി ഒരു സമയത്തും പിണറായി വിജയൻ പിന്തുണച്ചിരുന്നില്ല. ബേബിയുടെ പേര് ഒരു സമയത്തും പിണറായി വിജയൻ പറഞ്ഞിരുന്നില്ല. പിണറായി വിജയൻ ആഗ്രഹമുണ്ടായിരുന്നത് വനിതാ കാരാട്ടാവുക എന്നുള്ളതായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടതും ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തതിൻ്റെ പുറകിലുള്ള അന്തർനാടകങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് പാർട്ടി കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിവരം.